Ladies and gentlemen, this is Adarsh and welcome to my Konayadi. So, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത് ഒരു ലവ് സ്റ്റോറിയെ പറ്റിയിട്ടാണ്. ആക്ച്വലി ദിസ് ഇസ് എ റോം കോം. 2019 ഇറങ്ങിയ ഒരു പടത്തിന്റെ സീക്വൽ. നീണ്ട 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ സ്വന്തം മാഡി, മാധവൻ, അജയ് ദേവ്ഗൺ, റകുൽ പ്രീത് ഇവരൊക്കെ അഭിനയിച്ച ദേ ദേ പ്യാർ ദേ 2 നെറ്റ്ഫ്ലിക്സിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. നെറ്റ്ഫ്ലിക്സിലെ ഈ ട്രെൻഡിങ് ലിസ്റ്റില് ഫസ്റ്റ് പൊസിഷനിലാണ് ഇപ്പൊ ഈ പടം നിൽക്കുന്നത്. അജയ് ദേവ്ഗൺ ആണ് ഈ സിനിമയുടെ നായകൻ. പിന്നെ എന്തുകൊണ്ട് മാഡിയുടെ പേര് ആദ്യം പറഞ്ഞു? കാരണമുണ്ട്, കാരണമില്ലാതെ ഞാൻ ഒന്നും പറയില്ല. അജയ് ദേവ്ഗൺ ബോലോ ജുവാൻ കേസരി അണ്ണന്റെ പേര് ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ഒരൊറ്റ മനുഷ്യക്കുഞ്ഞ് ആ പടം കാണാൻ പോണില്ല. 100% കട്ടായം. എന്നാ മാധവന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കാണും. ബിക്കോസ് എവ്രിബഡി ലവ്സ് മാഡി. ഞാനും ഈ സിനിമ കാണാനുള്ള കാരണം മാധവൻ തന്നെയാണ്. സോ ബോലോ സുഭാൻ കേസരി അണ്ണനെ പറ്റി പറയാൻ വാക്കുകൾ പോരാ. മലയാളത്തില് സിംഗിൾ എക്സ്പ്രഷൻ കൂൻ പറഞ്ഞാൽ മഷ്റൂം അല്ല, ക്യൂൻ, നമ്മുടെ സ്വന്തം നിഖില വിമൽ. എന്നാൽ ബോളിവുഡില് സിംഗിൾ എക്സ്പ്രഷൻ കിങ്, ദ വൺ ആൻഡ് ഓൺലി ബോലോ സുഭാൻ കേസരി അണ്ണൻ അറിയാം ഞാൻ അഭിനയിച്ച് റെക്കോർഡ്സ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ സീക്വൽ ഇറക്കി ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറും. സൺ ഓഫ് സർദാർ 2 ഇറക്കി, സിംഗം ഒരു 10 ഭാഗം ഇറക്കി, ഇപ്പൊ ഇതൊരു സീക്വല്, ഇനി അടുത്തതും വരും വരാതെ ഒന്നും ഇരിക്കില്ല. സോ ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ട് ദേ ദേ പ്യാർ ദേ 2019 ഇറങ്ങിയ പടമാണ്. അത് ആദ്യം കാണുക. കണ്ടില്ലെങ്കിൽ മനസ്സിലാവില്ല. അതുകൊണ്ടല്ല, ഈ സെക്കൻഡ് പാർട്ടിന്റെ തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് പാർട്ടിന്റെ എല്ലാ കഥയും കാണിക്കുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് പാർട്ട് ഇരുന്ന് കാണാം. കണ്ടിട്ട് പടം ഇഷ്ടായ മാത്രമേ സെക്കൻഡ് പാർട്ട് കാണാൻ പാടുള്ളൂ. അതർവൈസ് സ്റ്റേ അവേ. പണ്ടാരം തൊണ്ടയും പോയി. കാരണം ഇതിന്റെ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടും ഓൾമോസ്റ്റ് സെയിം ടു സെയിം ആണ് എടുത്തു വെച്ചിരിക്കുന്ന പരിപാടിയൊക്കെ. അപ്പൊ അത് ഇഷ്ടമായ മാത്രമേ ഇത് കണ്ടിട്ട് കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ കണ്ടിട്ട് കാര്യമില്ല. സോ ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 51 വയസ്സായ നായകൻ 10-20-25 വയസ്സായ നായികയെ കാണുന്നു. രണ്ടുപേർക്കും ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റ്, പണ്ടാരം ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റ്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ അജയ് ദേവ്ഗണ് 51 വയസ്സുണ്ട്, തബു ആണ് ആളുടെ ഭാര്യ, 2 മക്കളുണ്ട്. മകളുടെ കല്യാണത്തിന് പോണു, പിന്നെ അവിടെ ഉണ്ടാവുന്ന പരിപാടിയൊക്കെയാണ് പറയുന്നത്. ആ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പടമാണ്. അതിന്റെ മെയിൻ റീസൺ ലാസ്റ്റ് 20 മിനിറ്റ്സിൽ വരുന്ന തബുവിന്റെ പെർഫോമൻസ്. തബുവിനെ കിഡു ആണ്, എടുത്ത് പറയൊന്നും വേണ്ട, ആൾക്ക് എല്ലാം കേക്ക് വാക്കാണ്, കിഡു പെർഫോമൻസാ. എന്നാൽ സെക്കൻഡ് പാർട്ടിൽ എങ്ങനെയാണ് വെച്ചാൽ നമ്മുടെ റകുൽ പ്രീതിന്റെ വീട്ടിൽ പോണു. മാധവനാണ് റകുൽ പ്രീതിന്റെ അച്ഛൻ. രണ്ടുപേർക്കും ഒരേ ഏജാണ്. മാധവന്റെയും അജയ് ദേവ്ഗന്റെയും വയസ്സ് ഒന്നാണ്. ആ വീട്ടിലെ സമ്മതിപ്പിക്കലും പരിപാടിയൊക്കെയാണ് പറഞ്ഞു പോണത്. ആൻഡ് ദിസ് ഇസ് എ സൂപ്പർ ഫൺ ഫിലിം. ആക്ച്വലി ഞാൻ അപരാധമായിരിക്കുന്ന വിചാരിച്ച്, പക്ഷെ നല്ല രസത്തിൽ കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. പേഴ്സണലി എനിക്ക് വർക്കായിട്ടോ. 115 കോടി കളക്ഷൻ കിട്ടിയ സിനിമയാണ്. എന്നാൽ അതിന്റെ ബഡ്ജറ്റ് 150 കോടിയാണ്. ഇത്ര ഞാൻ പറഞ്ഞല്ല, ഗൂഗിൾ മാമൻ പറഞ്ഞതാണ്. ഈ പടത്തിന് 150 കോടി ബഡ്ജറ്റോ? 2 സീൻ എന്തോ ലണ്ടനിൽ കാണിക്കുന്നുണ്ട്, ബാക്കിയൊക്കെ ചണ്ഡീഗഡ് എന്തോ ആണ് കാണിക്കുന്നത്. അതിന് 150 കോടിയാ. മലയാളത്തിലാണെന്ന് വെച്ചാൽ 10 കോടിയിൽ പടം എടുത്ത് തീർത്തുണ്ടാവും. അപ്പൊ 150 കോടിയൊക്കെ ദിസ് ഇസ് ഡെഫിനറ്റ്ലി എ ഫ്ലോപ്പ്. പക്ഷെ അത്ര അപരാധമൊന്നും അല്ല. ഇതില് ഏറ്റവും പോസിറ്റീവ് ആയിട്ട് എനിക്ക് തോന്നി മാധവന്റെ പെർഫോമൻസ്. അങ്ങേരുടെ കോമഡി, കൗണ്ടേഴ്സ്, ഇമോഷൻ, ഈഗോ, ഇതൊക്കെ കിട്ടുമായിരുന്നു. അങ്ങേര് പിന്നെ സകല കലാ വല്ലഭനാണ്. അങ്ങേർക്ക് പിന്നെ ഇതൊക്കെ ചെറുത്. ഇതിലൊരു സീൻ ഉണ്ട്, റകുൽ പ്രീതും അതേപോലെ തന്നെ അജയ് ദേവ്ഗൺ മാധവനും തമ്മിൽ നടു റോട്ടിൽ വെച്ചിട്ട് ഒരു ഹീറ്റഡ് കോൺവെർസേഷൻ ഉണ്ട്. പെട്ട സാധനം. റകുൽ പ്രീത് ഇങ്ങനെയൊക്കെ അഭിനയിക്കുവോ? എനിക്ക് ഇന്നേ വരെ ആളുടെ ഒരു പടം കണ്ടിട്ട് ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഇതില് നൈസ് പെർഫോമൻസ് ആയിരുന്നു. പിന്നെ നമ്മുടെ അണ്ണൻ ദേവ്ഗൺ പഞ്ചപാവം മനുഷ്യൻ. അയാളൊക്കെ ബൊമ്മ ഇട്ട് തട്ടുന്ന പോലെയാണ് ഈ 2 എണ്ണം കൂടി ഇട്ട് തട്ടുന്നത്. കണ്ടാൽ നമുക്ക് തന്നെ സങ്കടം തോന്നുന്നുണ്ടേ. അജാതി ഒരു പാവം മനുഷ്യൻ. സിംഗിൾ എക്സ്പ്രഷനെ ഇടുള്ളൂ, എന്നാ കാണുമ്പോ നമുക്ക് അയ്യോ പാവെന്ന് തോന്നും. അജാതി ഒരു ക്യാരക്ടർ. ആൻഡ് ഇതിൽ ലാസ്റ്റ് റകുൽ പ്രീത് ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടി, മൾട്ടിപ്പിൾ ഡാഡി പരിപാടി ഉണ്ട്. അടിച്ച് ചെകിട്ട് പൊളിക്കാനാണ് നമുക്ക് തോന്നുക. പക്ഷെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നുകൊണ്ട് കുഴപ്പമില്ല. ദിസ് ഇസ് ആക്ച്വലി നൈസ് വാച്ച്. പേഴ്സണലി എനിക്ക് അത്യാവശ്യം വർക്ക് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ചിലവർക്ക് ഇത് വൻ അപരാധമായിട്ടൊക്കെ തോന്നും. അതാ ഞാൻ പറഞ്ഞത്, ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കാണാൻ, അത് വർക്കായ മാത്രമേ ഇതിന്റെ സെക്കൻഡ് പാർട്ട് കാണാൻ പാടുള്ളൂ. അഭിനയിച്ച എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിരിക്കണം. എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് റകുൽ പ്രീതിന്റെ സിസ്റ്റർ ഇൻ ലോ ആയിട്ട് ഒരു കൊച്ചുണ്ട്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. സോ വേണ്ടവർ കണ്ടു നോക്കാം. ചിലപ്പോൾ ഇനി ഇതിന്റെ പാർട്ട് 3 വരുമായിരിക്കും, എനിക്കറിയില്ല. തബുവിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു സിനിമയിൽ. കാരണം തബു അറിയാലോ, വന്നു കഴിഞ്ഞാൽ പടത്തിന് മൊത്തം തബു കൊണ്ടുപോയിണ്ടാവും.
അവസാനം ലാസ്റ്റ് ഒരു ഫോൺ കോളിൽ മാത്രമാണ് ആള് വരുന്നത്. ടു മീ ദിസ് ഈസ് എ നൈസ് വാച്ച്. സമയമൊന്നും പോവാത്തപ്പോ ചുമ്മാ ഇരുന്ന് കാണാവുന്ന നല്ല പടം. ട്രൈ ഇറ്റ് ഔട്ട്.